എന്താണ് വായിക്കണം? മൈക്കില്ലല്ലേ? ദൈവം നമുക്ക് എല്ലാം തരും, എല്ലാം പ്രൊവൈഡ് ചെയ്യും. ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? സംശയം ഉണ്ടോ? ആർക്കും സംശയം ഉണ്ടെങ്കിൽ ഒന്നും നേടിയില്ല. ദൈവത്തിന് അസാധ്യമായിട്ട് യാക്കോബ് 1:2 ഈ നിങ്ങൾ കാണുന്ന പോലെയല്ല ഈശോ പ്രവർത്തിക്കുന്നു. പൂർണ്ണ വിശ്വാസമാണ്, പൂർണ്ണ വിശ്വസ്തയാണ്. പൂർണ്ണ വിശ്വസ്തയാണ് വേണ്ടോ? അതുകൊണ്ടാണ് ആർക്കും കിട്ടാത്തത്. ഇപ്പൊ മനസ്സിലായ ആർക്കും കിട്ടാത്തത് എന്താണ്? ബ്രദർ ഷാജിയനോട് പൂർണ്ണ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് എവിടം വരെ എത്തി? മധ്യസ്ഥനായി മാറ്റി ചെയ്യും എന്നാണ്. മറ്റവർക്ക് ആർക്കും ബുദ്ധിയിലാണ്. എന്തോ ഷാജിയുടെ മരണം എന്തായിരുന്നു? സംഗീതം 116:15 ആരാണ് ഉച്ചത്തിൽ വായിക്കാനുള്ള ഒരു മൈക്ക് പോലെ വായിക്കാനുള്ളത്? അല്ലെങ്കിൽ ലാലിയോ ജോർജ് കുട്ടിയാണെങ്കിൽ വെച്ചത് ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു. എന്നാൽ ഇതാ മുഖം ദർശിക്കും മനസ്സിലാകുന്നു. അതാരുടെ പോക്കറ്റിൽ കിടന്നതാണ് മരിക്കുമ്പോൾ? ഷാജിയുടെ പോക്കറ്റിൽ കിടന്നിരുന്നതാണ്. തന്മൂലം നിങ്ങൾ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവന്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചു. എന്നാൽ ദൈവത്തിന്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒന്നും മാറിയിട്ടില്ല. ദൈവത്തിന്റെ ഹിതം വെറുതെ വെളിപ്പെടുത്തിയ മുഴുവനും വെളിപ്പെടുത്തി കൊടുക്കുക. ദൈവത്തിന്റെ ഹിതം ഈശോ വന്ന എന്തിനാണ്? യോഹന്നാൻ 4:34 മുഴുവനും ഇനി വായിക്കും. കണ്ടില്ലേ? നിങ്ങളെയും അധികണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായി. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അശപാലകരാണ് നിങ്ങൾ. അപ്പൊ ഷാജി നമ്മളോട് പറയാനത് എന്താ പറയുന്നത്? ദൈവത്തിന്റെ പരിപാലിക്കാനാണ് ചെയ്യണം, തമ്മിക്കാലല്ല. ദൈവത്തിന്റെ സഭയെ പരിപാലിക്കണമെങ്കിൽ എന്തെല്ലാം ആയുധങ്ങൾ വേണം? എഫോസസ് 6:19 തള്ളിക്കളയല്ലേ? അതൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞു? എല്ലാം ബുദ്ധിയിലല്ലേ? ദൈവരാജ്യം ബുദ്ധിയിലാണോ? ബുദ്ധിയിലൊന്നും അല്ല ദൈവരാജ്യം. അതാണ് യോഹന്നാൻ 18:36. അപ്പൊ അതൊന്ന് വായിച്ചു കണ്ടിന്യൂ. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി ആദ്യം തൊട്ട് വായിക്കട്ടെ 25 തൊട്ട്. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു. എന്നാൽ ഇതാ ഇനി ഒരിക്കലും നിങ്ങൾ എന്റെ മുഖം ദർശിക്കുകയില്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവന്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിന്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. എന്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. വചനം യോഹന്നാൻ 17:17. യോഹന്നാൻ 17:17. വചനമാണ് സത്യം. സത്യം കൊണ്ട് ഈശോയോട് ചോദിച്ചില്ലേ സത്യം എന്താ? അത് 18. യോഹന്നാൻ 18:36. ഇങ്ങനെ പറയാൻ തുടങ്ങണം. അതാണ് കൃപ. ഈ കൃപയെന്ന് പറയുന്നത് നമ്പറുകൾ പറയാനാണ് കൃപ. ഇതിന് അപ്പോസ്തല കൃപകൾ. അവിടെ ഇങ്ങനെ നമ്പർ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റവര് കാണാപ്പുറം പഠിച്ചിട്ട് വരും. മനസ്സിലായോ? ഷാജിക്കൊക്കെ ഉണ്ടായ കൃപ എന്താണ്? അപ്പോസ്തല കൃപയാണ്. റോമ 1:1-7 ഇത് വായിച്ചു കഴിഞ്ഞിട്ട് അത് നമ്മൾ മനസ്സിലാക്കിയില്ല. കാരണം നമ്മൾ ബുദ്ധിയിലാണ്. നമ്മുടെ കാര്യം കുടുംബക്കാരനാണ് ഏറ്റവും വലിയ ആള്, അല്ലെങ്കിൽ MBBS ആണ്, അല്ലെങ്കിൽ MD ആണ്. അവർക്ക് ഇത് കൊടുക്കോളും അല്ലേ? ഇല്ല. ഇതെല്ലാം പറ്റിയിട്ട്
ഇതാണ് മാർക്കോസ് 12:24. വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തി അറിയുന്നത് എല്ലാവരും എല്ലാവരും പരാജയപ്പെട്ടിരിക്കുന്നു. പരാജയപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും സാക്ഷരരും പരാജയപ്പെട്ടു. നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേക കൃപ കിട്ടിയത് കൊണ്ടാണ് നമ്മളെല്ലാം രക്ഷപ്രാപിച്ചത്. അത് നേടിയെടുത്താണോ? അല്ല, എഫെസസ് 2:9 ദാനമാണ്, ദൈവത്തിന്റെ ദാനമാണ്. അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. 3 വർഷം രാപകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവിൻ. നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. ഞാൻ ആരുടെയും വെള്ളിയോ സ്വർണമോ വസ്ത്രങ്ങളോ മോഹിച്ചിട്ടില്ല. എന്റെയും എന്നോട് കൂടെ ഉണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ എന്റെ ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവായ യേശുവിന്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. അത് ഒന്നുകൂടി വായിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവസാനത്തെ പകുതി കിടന്ന വാക്യം അത് നിങ്ങൾക്ക് ഉത്തേജിപ്പിക്കാനാണ്, ഉത്തേജനം തരാനാണ്. ഒന്നുകൂടി വായിക്കും. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു. എന്നാൽ ഇതാ, ഇനി ഒരിക്കലും നിങ്ങൾ എന്റെ മുഖം ദർശിക്കയില്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവന്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിന്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. എന്റെ വേർപാടിനു ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. 3 വർഷം രാപകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവിൻ. നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. കൃപയുടെ വചനമുണ്ടോ? ഉണ്ട്. ആക്ട് 14:3 അതുകൊണ്ടാണ് കൃപയുടെ വചനങ്ങൾ. കൃപ വചനങ്ങൾ കൃപയായിട്ട് വരും. ആദ്യം നമുക്ക് കിട്ടുന്നത് ആദ്യം കിട്ടുന്നത് കരുണ. ആ കരുണ എങ്ങനെ വരണം? എങ്ങനെ കിട്ടും? കരുണ കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടും. ദൈവഹിത പ്രകാരമുള്ള ദൈവഹിത പ്രകാരം അതിന്റെ 7-9-12 വരെ എങ്ങനെയുള്ള വരുന്നത്? ഇപ്പൊ 10 ലക്ഷം രൂപ നഷ്ടമായി. അപ്പൊ ഓടി കർത്താവിന്റെ നൊവേന വന്ന് ടീച്ചറെ പറയണം 15 ലക്ഷം രൂപ ലാഭം വന്നാലോ? അല്ലെങ്കിൽ 1 കോടി രൂപ ലാഭമാണ്. പിന്നെ ഇവിടെ ഒന്നും കാണിയില്ല, ബൈബിളും കേൾക്കില്ല, ഒന്നും കേൾക്കില്ല. പിന്നെ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചത് കൊണ്ട്, നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രകാരമായിരുന്നത് കൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ രക്ഷാകരമായ പശ്ചാത്താപം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഉണ്ടാവും. ലൗകികമായിട്ടുള്ള പശ്ചാത്തലമാണ്. അതത് കാര്യം കഴിഞ്ഞപ്പോ തീർന്നു. അത് മരണത്തിലോട്ട് പോകും. ഉടനെ ഗോട്ടസ് ക്ലബായി, മറ്റേ ക്ലബായി. പിന്നെ അതാണ് അവന്റെ ഗമ. ലോകത്തിന്റെ ആത്മാവാണ്. ലോകത്തിന് അത് മതിയല്ല.
മറ്റത് പശ്ചാത്തലം ജനിപ്പിക്കുന്ന എങ്ങനെ? ദൈവഹിതപ്രകാരം. റോമ 9 14 തൊട്ട് വായിച്ചല്ലേ 18 അപ്പോൾ നാം എന്തു പറയണം? ദൈവത്തിന്റെ ഭാഗത്ത് അനീതി ഉണ്ടെന്ന്? ഒരിക്കലുമല്ല. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു. അപ്പൊ ദയ തോന്നുന്നവരോട് ദയ കാണിക്കും, അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും. അപ്പൊ എങ്ങനെയാ വരുന്നത്? മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. വിശുദ്ധ ഗ്രന്ഥം പറവയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു, അതുപോലെ താൻ ഇച്ഛിക്കുന്നവരെ കഠിന ഹൃദയരാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒന്നെങ്കിൽ കഠിന ഹൃദയം അല്ലെങ്കിൽ റോമ 12:22. അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിന്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കുന്നു. കാരുണ്യമാണോ വേണ്ട? വേണം. കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സംഗീതം 119:2. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ ഈശ്വര തേടണം എങ്ങനെയാണ്? പതുക്കെ തേടണം. പൂർണ്ണ ഹൃദയത്തോടെ. പൂർണ്ണ ഹൃദയത്തോടെ. അപ്പൊ ഇവിടെ പ്രാർത്ഥന കല്യാണത്തിന് പോകും. ഈ സമയത്ത് ബൈബിൾ ക്ലാസ് വരുമോ? പറ. കല്യാണത്തിൽ ആങ്ങളുടെ കല്യാണം നടക്കുകയാണ്. പോവും, കല്യാണത്തിൽ പോവും. അപ്പൊ പൂർണ്ണ ഹൃദയമാണോ? അല്ല. അല്ല. അപ്പൊ ഈശോ എങ്ങനെ വരും? ഈശോ അല്ല പിന്നെ വരുന്നത്. പിന്നെ ഞാൻ യശയ്യാ 14:9-14 ഞാൻ നിങ്ങളെല്ലാരും കൂടി പാട്ട് പാടും. അസ്വസ്ഥ ഉണ്ടായിരുന്നു ഞാൻ പാടിയത്. കാരണം സ്റ്റാർട്ട് വായിച്ച സമയമാണ്. ആ സമയമായതുകൊണ്ടാണ് ആത്മാവിൽ അസ്വസ്ഥ ഉണ്ടായിരുന്നത്. ഒരേ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവിലുള്ള ജീവിതം അതാണ്. ആത്മാവിൽ അതെ ഒരേ ആത്മാവാണ്. അതുകൊണ്ടാണ് അവസാനത്തെ വാദനം 2:5. ഞാൻ ശാരീരികമായി നിങ്ങളിൽ നിന്ന് വിദൂരസ്ഥനാണെങ്കിലും ആത്മാവിൽ നിങ്ങളോട് കൂടിയാണ്. ആത്മാവിൽ നമ്മുടെ കൂടെ ഉണ്ട്. ഇതുകൊണ്ടാണ് ആത്മാവിലാണ് മുഴുവൻ ജീവിച്ചത്. വചനമായിരുന്ന മരിക്കുന്നുമ്പോ എനിക്ക് തന്ന വചനം ഞാൻ അടുത്ത കേൾക്കാം വായിച്ചത്. നിങ്ങളുടെ ജീവിതക്രമവും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും കണ്ട് ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്. അവരെ പോലെ അല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരും എന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. വചനമാണ് എനിക്ക് മരിക്കുന്നത് വന്നത്. അപ്പൊ എനിക്ക് സാധിക്കുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ വചനം കേട്ടത്. സ്വർണത്തിനോ വെള്ളിക്കോ ഒന്നിനോ നമ്മള് പിടിച്ചെടുക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുമോ? നമ്മളാണോ പ്രവർത്തിക്കുന്നത്? അല്ല. പിന്നെന്താണ്? കൃപയാണ്. 2 കൊരിന്ത്യർ 12:9 വിശുദ്ധ പൗലോസ് പറയുന്നതാണ്, കൃപ മാത്രം മതി. അതുകൊണ്ടാണ് ഒരു പണക്കാരന് ധനവാന ആർക്കും ലോകത്തിൽ നമ്മൾ പിടിച്ചെടുക്കാൻ സാധ്യമല്ല. വലിയ വലിയ എന്റെ ഓഫറിൽ നിന്നാലും ഗുണാത്മല്ല. കൃപയിലായി പോയി. ഞാനാണോ പ്രവർത്തിക്കുന്നത്? കൃപയാണ്. നിങ്ങളാണോ പ്രവർത്തിക്കാൻ പോകുന്നത്? വചനം കേട്ട് മറ്റവരൊക്കെ പോകും. അവരൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ആവശ്യമുള്ളവരെ മാത്രം ദൈവം നിർത്തുള്ളൂ. ഈ കൃപ വന്നാലോ ഈ കൃപയിൽ പിടിച്ചെടുക്കാനാണ് നിങ്ങൾക്ക് തകർച്ച വരുന്നത്. അല്ലെങ്കിൽ വരുമോ? ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം തകർച്ച കിട്ടിയിട്ടില്ല വരുന്നത്. അല്ലാത്ത കാര്യങ്ങളും ഉണ്ടോ? നല്ല തകർച്ചകൾ പോലെ വേഗത്തെ വിവരിച്ച് കിട്ടും. വിശുദ്ധിയാണ് എല്ലാത്തിന്റെ ഇരിപ്പണം. വിശുദ്ധി ദൈവത്തിന്റെ ഇരിപ്പണം. അതാണ് വിശുദ്ധിയിലോട്ടാണ് നമ്മളെല്ലാം വിളിച്ചിരിക്കുന്നതെന്ന് യോഹന്നാൻ 17:11-21 വാക്യത്തിൽ. 1 തെസ്സലോനിക്ക 4:3-7 നമുക്ക് വിശുദ്ധ പൗലോസും പറഞ്ഞിരിക്കുന്നു. 1 പത്രോസ് 1:15-16 വിശുദ്ധ പത്രോസ് പറയുന്നത് നിങ്ങളെല്ലാം വിളിച്ചിരിക്കുന്ന വിശുദ്ധിയിലോട്ടാണ്. വിശുദ്ധിയാണ് ആശ്ചര്യമായ
ജ്ഞാനമാഞ്ച പാത്രം. വിശുദ്ധിയിലാണ് എല്ലാ കൃപകളും നിലനിൽക്കുന്നത്, എല്ലാം തുടങ്ങുന്നത് വിശുദ്ധി. ലേഖൻ 10:10 വിശുദ്ധവും അശുദ്ധവും എല്ലാം തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധരാകുന്നതെന്ന് പറയുന്നത്. ജ്ഞാനം 6 തൊട്ട് 11 ധനത്തിലാണ്. വിശുദ്ധമായത് വിശുദ്ധി അറിയാതാൽ വിശുദ്ധരാകും. നിങ്ങൾ എന്തിലാണ് തീവ്രാഭിനിവേശം കാണിക്കേണ്ടത്? വചനത്തിലാണ്. യോഗം ജ്ഞാനം 6:9 തൊട്ട് 11 ഇപ്പൊ അഭിനിവേശം വേണോ വേണ്ടോ? വേണം. അതാണ് സ്വർഗത്തിലോട്ട് ഇടിച്ചു കയറണമെന്ന് പറയുന്ന ലൂക്ക 16:14. അതിന് പകരം വേദത്തിലേക്കാണ് ഇപ്പൊ അഭിനിവേശം. ചിലർക്ക് സാരിയില്, ചിലർക്ക് നല്ല ഡ്രസ്സില്, ചിലർക്ക് 500 നോട്ട് ഇടുന്നവരായിരിക്കും, ചിലർക്ക് ബാങ്ക് പ്രാക്ടീസ് കാണുന്നവരായിരിക്കും അല്ലെ, ചിലർക്ക് ബിസിനസ് ഇങ്ങനെ ഫ്ലറിഷ് ചെയ്യുന്നവരായിരിക്കും, ചിലർക്ക് എനിക്ക് എത്ര ജോലിക്കാരുണ്ടെന്നുള്ളത്, ചിലർക്ക് കൺസേൺസ് എവിടെ എല്ലാം ഉണ്ട്. ഗ്രൂപ്പ്സ് എന്നൊക്കെ പറയും, ഓരോ ഗ്രൂപ്പ്സ്. അവൻ ആത്മാവ് എങ്ങോട്ടാ പോകുന്നത് എല്ലാം കഴിയുന്നു. ആരാ കൊണ്ടുവന്ന് കൂട്ടുകാരൻ? സാത്താൻ കൊണ്ടുപോകും. ദൈവം അഭിരുചിക്കുന്ന ആത്മാവിനെയാണ്. യാക്കോബ് 4:5 ആത്മാവിന്റെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കേൾക്കുന്നില്ല. അടുത്ത് നമുക്കൊക്കെ ആത്മാവുണ്ട്. യോഹന്നാൻ 3:8 കാറ്റ് എവിടുന്ന് വരുന്നു, അതെങ്ങോട്ട് പോകുന്നു ആർക്കും അറിഞ്ഞു. ഇതുപോലെ ആത്മാവിൽ ജനിക്കുന്നവൻ. ആത്മാവിൽ ജനിക്കണമെങ്കിൽ യോഹന്നാൻ 3:5 തന്നെ വരണം. അല്ലാതെ വെള്ളത്തിൽ കൊണ്ട് മുക്കാലൊന്നും വരികയില്ല. വാചനത്തിൽ നീ സ്വീകരിക്കണം. വാചനം കണ്ടോ, അല്ലെങ്കിൽ തർക്കിക്കാൻ നടക്കും. വാചനം നീ സ്വീകരിക്കണം. നിങ്ങൾക്ക് പണം വേണോ? ലൂക്ക 1:45 വേണം. ഇന്ന് കർത്താവ് ചോദിച്ച ചോദ്യമാണ് എന്നോട്. ഏത് വേണം? ലൂക്ക 1:45. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആരാ വിശ്വസിച്ചത്? മറിയം. മറിയം വിശ്വസിച്ചത് പരിപൂർണമായി എഴുതപ്പെട്ട യേശയ്യാവ് 6:2 വാചനം കേട്ടത് എങ്ങനെയാണ്? മറിയത്തെക്കാണെന്ന ബുദ്ധിയിലാണ്. ഞാൻ തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഇപ്പൊ പറയാണ്, സരസ്വതിയാണ് നൂല് ഭംഗിയാണ് കേട്ടോ. അവൻ ലൗകികനാണോ ആത്മീയനാണോ? ലൗകികൻ. ലൗകികന്റെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. ഇതുകൊണ്ടാണ് 1 കൊരിന്ത്യസ് 2:14 വിശുദ്ധ പൗലോസ് പറയുന്നത്. എന്താ പറയുന്ന പൗലോസ്? ലൗകിക മനുഷ്യനാണ്. ദൈവത്തിന്റെ ദാനങ്ങളെല്ലാം ദോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. റോമ 8:7 ജഡിക താല്പര്യത്തിൽ മടിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അവൻ ദൈവത്തിന്റെ നിയമത്തിനെ കീഴ്പ്പെടുകയില്ല, സാധിക്കുകയില്ല. പിടിച്ചുകൊണ്ടൊന്ന് അടിച്ചിട്ടാലും നിൽക്കുമോ? അവൻ പോകും. പിന്നെ നീ വൈചാരത്തിനും പോകുന്ന പറഞ്ഞാൽ പോവോ? അവൻ പോകും. കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ കേൾക്കുമോ? കേൾക്കും. പോകുവാൻ അവിടെ തന്നെ പോകും. ഒന്നും പറഞ്ഞവൻ എല്ലാം ചെയ്യും. വീണ്ടും വീണ്ടും തിത്തോസ് 3:3 അവന്റെ അവസ്ഥ കിടക്കുന്നത്. അനുസരണകേട്, വൈരാഗ്യം, വിദ്വേഷം, ജഡിയും മോഹങ്ങൾ, ഇതെല്ലാം ഈശ്വര കൃപ വരുമ്പോ മാത്രമേ, പരിശുദ്ധാലുകളെ ആ കൃപ വരുമ്പോ മാത്രമേ അവൻ അതിൻ്റെ അകത്ത് മോചിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എഫെസോസ് 2:12 പറയുന്നത്. വിശുദ്ധ പൗലോസ് പറയാണ് നമ്മളോട്. എന്താ പറയുന്നത്? അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും. അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരാണ്. പിന്നെ ഇസ്രായേൽ സമൂഹം. ആരാണ് ഇസ്രായേൽ സമൂഹം? നമ്മളാണ്. അല്ല ഇസ്രായേലുകാരാണെന്നില്ല. ചോദിച്ചാൽ പറയുന്നത് അവിടെ കിടക്കുന്നവരാണ് അല്ലേ? നമ്മളാണ് ഇസ്രായേൽ സമൂഹം. പിന്നെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും. അത് പള്ളിയുടെ പുറത്ത് പോയിരുന്ന പോകാനാണോ? പക്ഷേ അവനാണ് പുറത്ത് കിടക്കുന്നത്. ഇസ്രായേൽ സമൂഹത്തിന്റെ അകറ്റപ്പെട്ടവർ. അകന്നല്ല കിടക്കുന്നത്. വിശുദ്ധ കുർബാനയിരിക്കുന്നവരുടെ അവൻ വരികയില്ല. പുറത്താണ്. അവൻ അത് മതി. വല്ല ആരും ചോദിണ്ടെങ്കിൽ അവിടെ നോക്കുള്ളൂ. അല്ലെങ്കിൽ പള്ളിയുടെ ഗേറ്റിന് അപ്പുറത്ത് വരുന്നു. പിന്നെ ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് ഒരു ഉടമ്പടി അവൻ അറിഞ്ഞുകൂടാ. ചെറിയ 31-36 വനത്തിലുള്ള ഉടമ്പടികൾ, ദൈവമായിട്ട് ഉടമ്പടി വാഗ്ദാനങ്ങൾ ഒന്നും അവൻ അറിഞ്ഞുകൂടാ. എബ്രായർ 8-12 വനത്തിലുള്ള ഉടമ്പടികൾ. പുതിയ ഉടമ്പടി അറിയാമോ? ഇല്ല. പഴയതും ആദ്യം അറിഞ്ഞുകൂടാ. ഒന്നും അറിഞ്ഞൂടാ. ഈശോ ഒന്നതിനാണ്. മത്തായി 5:17-20 വനത്തില് എന്താ? നിയമത്തെ പൂർത്തീകരിക്കാനാണ് ഈശോ വന്നത്. സകല നിയമങ്ങളും യെശയ്യാ പ്രവാചകൻ പറഞ്ഞില്ലേ? അതെല്ലാം ഈശോ പൂർത്തീകരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ പ്രഭാഷകൻ 48-24 വാക്യത്തിൽ
വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറയും. ഞാൻ വെക്കൽ 7 വെക്കാൻ ബാക്കിയിലേക്ക് പറയും. എന്തെല്ലാം വരാൻ പോകുന്നു, സംഭവിക്കാൻ പോകുന്നു, അതാർക്കാണ് ഇതെല്ലാം മുൻകൂട്ടി കാണുന്നത്? വിശുദ്ധിയുള്ള ഹൃദയം വരുമ്പോഴാണ്, വിശുദ്ധർക്കാണ്. അതാണ് പ്രവാചകന്റെ വചനം. അവർ മുൻകൂട്ടി പറയുന്നതെല്ലാം നടന്നിരിക്കും. ആമോസ് 3:7 ദൈവം തന്റെ എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്ന ആർക്കാണ്? പ്രവാചകന്മാർക്കാണ്. അവരിലാണ് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 1-16 വരണുണ്ടല്ലോ. അത് കൈവക്കിക്കളെ അത് പഠിച്ചെടുക്കുന്നവരെ കൈവക്കിക്കും. അല്ലെങ്കിൽ അവിടെ കിടക്കും 10 കൊല്ലമായാലും പറയാൻ ഞാൻ പ്രാർത്ഥനക്കാരനാണ്, രോഗശാസ്ത്രക്കാരനാണ് എന്നുള്ളത്. ദൈവരാജ്യത്തിലോട്ട് കിടക്കാനില്ല. ഈശ്വരനെ അറിയില്ല. അറിഞ്ഞാലും തീരുമാനം ഈശ്വരൻ ഇല്ല. എഫേസ്യർ 4:13 അറിഞ്ഞാലും കർത്താവിനൊന്നും തീരില്ല. ഈശോയിലാണ് എല്ലാം ഒളിഞ്ഞു കിടക്കുന്നത് കേട്ടോ. സകല ജ്ഞാനവും സകല എല്ലാ വിവേകവും അറിവും ദൈവം എല്ലാം കിടക്കുന്നത് ജീസസിലാണ്. അതാണ് കൊലോസ്യർ 2:2-3 നാം എപ്പോഴും ഒന്നും അറിയില്ല എന്ന് നമ്മൾ എപ്പോഴും തോന്നണം. ഞാൻ ഭാവിയാണ് എന്ന് പറയുന്നതാണ് ദൈവം കൊടുക്കുന്നതെല്ലാം. ഇതെല്ലാം ആ ഭാവിയാണെന്ന് പറയണമെങ്കിൽ ദൈവപ്രകാരമുള്ള പശ്ചാത്തലം നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. 1 തിമോത്തി 1:15 വിശുദ്ധ പൗലോസ് പറയാണ്, ഞാൻ ഏറ്റവും ചെറിയ ഭാവിയാണ്, അല്ല വലിയ ഭാവിയാണ്, ഒന്നാമനാണ്. വെട്ടമല്ലുണ്ടോ? അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ പൗലോസിന് കൊടുത്തു. കണ്ടോ? അപ്പോളോസിനാണ് കൂടുതൽ കൊടുത്തത്. പൗലോസിന് റോമ 11:33-35 അപ്പോളോസും പൗലോസും എന്താ ചെയ്തത്? 1 കൊരിന്ത്യർ 3 ഒന്ന് വായിച്ചല്ലേ, ആഴ്ച 10 വായിച്ചല്ലേ, രണ്ടും ഒരുമിച്ച് നടക്കുകയാണ്. അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ചു തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. വിശ്വാസത്തിലോട്ട് നയിച്ച്. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. ദൈവമാണ് വളർത്തുന്നത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. ദൈവത്തിന്. ഇനി ഞാൻ കുർബാന സമയത്ത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച കർത്താവേ ഒരു ഭയം തരണമേ. ഷാജിബ് കുർബാന നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അച്ഛന്റെ ആ ഇതും കുർബാന പങ്കുവെക്കുന്നത് ഏത് ഭാഗത്തില് ഒന്ന് പറയുന്ന സാറെ പറഞ്ഞില്ല. ആ ശക്തിയായി വരുമെന്നുണ്ട്. ഏകാത്മാവായി തീരുമ്പോ അച്ഛൻ ചെല്ലുന്ന അച്ഛൻ അതിലും കൂടുതൽ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് കൃപയിൽ നിൽക്കുമ്പോൾ വചനം ചോദിച്ചിട്ട് വരുന്ന വീട്ടിൽ യോഹന്നാൻ 3:30 അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഞാൻ പറഞ്ഞു ആ വായന ഞാൻ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, നമ്മൾക്ക് മറുപടി കൊടുക്കും. അപ്പൊ ഇല്ല, അപ്പൊ ഞാനില്ല. അപ്പൊ ഞാൻ വളരുന്നുണ്ട്, ഈശോ കുറയുന്നുണ്ട്. കേട്ടോ, അവനിക്കും വരേണ്ടത് കൂട്ടായ്മയാണോ? അപ്പൊ നിങ്ങളെ പിടിച്ചു പങ്കിടട്ടെ. എനിക്ക് എന്തെന്നാൽ ഞാൻ പങ്കുവരണ്ടേ? വേണോ? അപ്പൊ നിങ്ങൾ വളരണോ? ഈശോ വളരണോ? അത് വളരണം. നിങ്ങൾ എവിടെ തരമാണോ? ഇത് കണ്ടപ്പോഴും വ്യത്യസ്ത പെട്ടെന്ന് കാണിച്ചത്, ഒരു മേഖലയും കാണിച്ചത് കത്തിക്കും അവസാനിച്ചത്. അതിനർത്ഥം എന്താണ്? ഉടനെ ഫിലിപ്പ് 1:21 വാക്യം തന്നു. എന്താണ് ഫിലിപ്പ് 1:21? വചനമാണ്. വചനമില്ലെങ്കിൽ നിങ്ങളെല്ലാം ആരാണ്? കാറ്റാണ്. ജർമ്മി 5:13 വചനമില്ലാത്ത പ്രവാചകനല്ല, കാറ്റാണ്. വചനം നിങ്ങൾ ഹൃദയത്തിൽ നിലനിൽക്കണം. അമ്മയെ മറിയത്തിന്റെ ഹൃദയത്തിലെ ഹൃദയത്തിൽ വചനം നിലനിൽക്കുള്ളൂ. ലൂക്കാ 2:19 അതാണ് ഈ മുറിഞ്ഞ ഹൃദയം, തകർന്ന ഹൃദയം, അട്ടിമരിച്ച ഹൃദയം. ഇവിടെയൊക്കെ വചനം വേറെ തരും. അല്ലാത്തവർക്ക് ഉപകരണം പിടിച്ചിട്ട് വചനം കൊടുത്താൽ നിൽക്കുമോ? നിൽക്കില്ല. ഈ ബുദ്ധിയിൽ അന്ധകാരം നടന്നിരിക്കുന്ന വചനം കൊടുത്താൽ കിട്ടുമോ? എഫേസ്യർ 4:17-20 വചനം. വലിയ ലൈബ്രറിയനും വായനക്കാരനും എല്ലാമായിട്ട് ലോയറായിട്ട് നടന്നാൽ വചനം കിട്ടുമോ? വചനമൊന്നും നിലനിൽക്കില്ല. കണ്ടോ? ഞാൻ 1-4 വനത്തില് കപട ഹൃദയത്തിൽ വചനം വസിക്കില്ല.
ഇതൊക്കെ അനുഭവത്തിൽ കൂടി പറയുകയാണ്. പണ്ട് ഒരക്ഷരം ബൈബിളിൽ നോക്കിയില്ല, കണ്ണാത്തിനായിരിക്കും ഇതുമല്ല അച്ചാറും മുടാനോ വല്ലതും പറ്റുമെന്നുണ്ട്. മാറ്റത് വാചകത്തിന്റെ കവാടം തുറന്നിട്ടാണ് ഇതിന് പ്രാർത്ഥിക്കണം. കാരണം ഇപ്പൊ നമ്മൾ ഒരുപാട് കൊല്ലമായില്ലേ. ദാനിയേൽ കണ്ടാലോ? ദാനിയേൽ 12:12 എന്നാണ്. 1335 ദിവസം വിശുദ്ധി പാലിക്കുന്നവർ ഭാഗ്യവാൻ. ഈ കഴിവ് പ്രാർത്ഥന അനേകം തകർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവന്റെ അരിവിയാണ് കൊടുക്കുന്നത്. അരിവി നമ്മൾ കൈവെക്കുമ്പോൾ നല്ലോണം ഇന്നലെ രാത്രി നല്ലോണം കുട്ടിച്ച് കൂസായിട്ട് ഇന്നും പോകാൻ പ്രാർത്ഥനക്കല്ലേ. ഇന്നുകൊണ്ട് കാലത്തെ കൈവച്ചു കൊടുത്തിരിക്കും. അവപ്പ എപ്പത്തിന് വിഷാദികൾ കുട്ടിക്കും എന്തുവേണം? 1 തിമോത്തി 5:22-23 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കൈവെക്കുമ്പോൾ വിശുദ്ധി പാലിച്ച് പറ്റൂ. വിശുദ്ധി, അതുകൊണ്ടാണ് ഇത് വിശുദ്ധമായ ഒരു കൃപയാണെന്ന് 1 തിമോത്തി 4:14 ഒരു കൃപാവരമാണ്. ഈ കൃപാ ആരാണ്? യേശു. യോഹന്നാൻ 1:14-17 ഗാനത്തില് സത്യവും കൃപയും അവനിൽ അടങ്ങിയിരിക്കുന്നു. എല്ലാം ഈശോയാണ്. അപ്പൊ കൃപ നമ്മിൽ വന്നാൽ കൃപ എവിടെയാണ് ഉണ്ടാകുന്നത്? ആത്മാവിന്റെ കൂടെയാണ്. എല്ലാം ത്യാഗം വന്നിട്ട് ഇത് വീണ്ടും 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 പറയുന്നത് എന്തുകൊണ്ടാണ്? ഫിലിപ്പിയർ 3:1 സുരക്ഷിതത്വം. നിങ്ങളുടെ സുരക്ഷിതത്വം ഇനി ബൈബിൾ പഠിക്കുന്ന എവിടെ പോയി പഠിച്ചെന്നൊക്കെ ചോദിക്കുന്നത് അത് ബുദ്ധിയിലാണ്. ബൈബിൾ പഠിക്കാൻ പോകുന്നത് ബുദ്ധിയിൽ ബൈബിൾ പഠിച്ചാൽ വേറെ യേശുവിനായിരിക്കും കാണുന്നത്. ഗലാത്യ 1:1-10 വേദത്തില് വ്യത്യസ്തപ്പെട്ട യേശുവായി പോകും. അതുകൊണ്ടാണ് മിസ്റ്റർ പൗലോസ് പറഞ്ഞത്, ഞാൻ തന്നെയോ ഒരു ദൈവത്തോടും തരുമെന്ന് പറഞ്ഞാല് അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. കേട്ടോ, വചനം പറയുന്നതിന് വിശ്വസ്തനായിരിക്കണം. 1 തെസ്സലോനിക്ക 2:4 വാക്യം അതാണ് മിസ്റ്റർ പൗലോസ് പറയുന്നത്. അതാണ് അവസാനം ഷാജിദ് എന്ന് പറയുന്നത്. സുവിശേഷം വരമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ദൈവം അംഗീകരിച്ചതനുസരിച്ച് വരാനായിട്ട് വരണം നമ്മൾ. എന്നിട്ട് പ്രസംഗിക്കുന്നത്. പിന്നെ ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല. മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണോ? അല്ല, അല്ല. ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. മനുഷ്യന്റെ മനസാക്ഷി അപ്പോഴാണ് ശുദ്ധ മനസാക്ഷി. ഈ 1 തിമോത്തി 1:5 വാക്യത്ത് അവരെ കുറ്റപ്പെടുത്തുന്നതിന്റെ ലക്ഷ്യം പരിശുദ്ധമായ ഹൃദയത്തിലും നല്ല മനസാക്ഷിയിലും നിഷ്കപടമായ വിശ്വാസത്തിലും നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹമാണ്. ചിലരെ കുറ്റപ്പെടുത്തുന്ന കഴിവെന്നാണ്. നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ്. 2 കൊരിന്ത്യർ 11:10 അവരെ വളർത്താനാണ് പറയുന്നത്. ആത്മാവിൽ വളർത്താനാണ്. ചിലടത്ത് പോയാൽ നിങ്ങൾ പോകുമെന്ന് പറയുന്നത്. അപ്പൊ അവർ ബുദ്ധിയിൽ കാണുന്ന എല്ലാം പ്രാർത്ഥനക്കാരല്ലേ. കഴിഞ്ഞ പോലെ ഇതേ സമയത്ത് ഉള്ള ചോദ്യമാണ്. അന്ന് ആരുണ്ടായിരുന്നു ഷാജി പോകുന്ന സമയത്ത്? കൈപ്പൊക്കാമോ? കേട്ട് യെസ് പ്രൈസ് ലോർഡ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അച്ഛോ പോകരുത് ഈ ജീപ്പില്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൈ വെച്ചപ്പോ പറഞ്ഞു അവൻ ലൂസിഫറിന്റെ അരുവിയാണെന്ന്. കൃപയുണ്ടാകണം. കൃപയുള്ളവർക്ക് സാധ്യമായി. ഞാൻ പോയി കൈവെക്കും, അവന്റെ സാധനം എല്ലാം കൂടി. ഈ കൃപ എങ്ങനെ വരും? ബുദ്ധിയിലാണ് എഴുതിയിരിക്കുന്നത്. കൃപ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് മാത്രമേ ദൈവം തരുള്ളൂ. ദൈവത്തിന്റെ ദാനമാണ്. ദൈവം തോന്നി തന്നു. ഇന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാണ്. ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പൂർണ്ണമായ വിശ്വാസം. അത് സംശയിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് സംഗീതം 119:2 വായിക്കാൻ പറഞ്ഞത്. വായു 9-10 വായന. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പന പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെയാണ്. പൂർണ്ണ ഹൃദയമാണോ? അത് ചെറിയ ഹൃദയമാണോ? സ്വല്പം. പൂർണ്ണ ഹൃദയം. ദൈവത്തിന് ആവശ്യം പൂർണ്ണമാണ്. ഈശോ ചോദ്യ പ്രവാചകൻ 2:12-13 പറയുന്നത് എന്താണ്? വസ്ത്രമല്ല ഹൃദയമാണ്. വസ്ത്രമല്ല, നിന്റെ ഹൃദയമാണ് കീറേണ്ടത്. ഇത് ഹൃദയം വിട്ടു കൊടുക്കാൻ ആർക്കും കഴിയില്ല. ഈശോയ്ക്ക് ഈശോയുടെ ഹൃദയം എന്താണ്? അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടല്ലേ. എവിടെയാണ് ഈശോ പറയുന്നത്? ഞാൻ എല്ലാം സ്വീകരിച്ചോളാം. 15:28-30 വനത്തിലാണ് നിന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടും സാക്കരവും ഞാൻ എടുത്തോളാം. എന്റെ ഹൃദയം എന്താണ്? ലോലവും ശാന്തവും വിനീതവും.
വിനീതമാണ്, ശാന്തമാണ്. എഫെസോസ് 4:2 പറയുന്നു. ആ ഹൃദയം കളഞ്ഞിട്ട് ഏത് ഹൃദയത്തിന് പറയുന്നല്ല ഓർമ്മത്. അത് ശങ്കുണ്ണി അല്ലെ, കണിയാന്റെ മറ്റവന്റെ അല്ലേ, അവിടെ ഇവിടെയൊക്കെ ഓടിയാണ്. അതിന് കോര വിട്ടുള്ളൂ. കുറെയൊക്കെ പോയെന്നോ എല്ലാം പോകും, ബന്ധിച്ചെല്ലാം പോകും, എല്ലായിടത്തും ഓടി. അവിടെ കിടന്ന് കുറെ മറ്റെടുത്ത് പോകാൻ പറയുന്നു. അപ്പൊ അങ്ങോട്ട് ഓടിയില്ല. അപ്പൊ പറയുന്നത് അത്. പിന്നെ നമ്മളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് പറയാൻ തുടങ്ങിയത്, അവിടെ മന്ത്രമാണ്, അവിടെ പിശാചാണ്. കാരണം ഈ കൃപ കിട്ടണമെങ്കിൽ വിശുദ്ധി വേണം. ഈ കൃപ വരണമെങ്കിൽ വിശുദ്ധി ജീവിക്കണം. നിങ്ങൾ ചോദിച്ചു നോക്കും, 4 കൊല്ലം എങ്ങും അത് തീരുമാനിക്കുക. ഷാജയുടെ ഡെത്ത് ആനിവേഴ്സറിയില്ല, 1335 ദിവസം വിശുദ്ധി ഞാൻ പാലിച്ചിരിക്കണം തീരുമാനിക്കുക. സാക്ഷ്യമുണ്ടോ? ഈശോ സഹായിച്ചതെന്നുള്ള കർത്താവിന്റെ കൃപ. അതിനാണ് ആ വിശുദ്ധി വരുമ്പോഴാണ് നമ്മൾ ആ ദിവസേന കുമ്പസാരം, കുർബാന ഇതെല്ലാം സ്വീകരിച്ച് ഈശോ കേട്ട് അവരുടെ വചനം വരുമ്പോ മാംസമാവും. വചനമാണ് പിന്നെ സംഗീതം 119 9-11 വായിച്ചിട്ട്, യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും. ആ യുവാവ് നല്ല മാർഗം നോക്കിയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് യുവാവ് നല്ല മാർഗത്തിലാണ് പോകുന്നത്, വേണ്ടാത്ത മാർഗത്തിലോട്ട് പോകും. അതാണ് യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും. എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും. പിന്നെ അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. ആരുടെ വചനം? അങ്ങയുടെ വചനം ഈശ്വരവചനം. ഈശ്വരവചനം ആരുടെ വചനം? പിതാവിന്റെ വചനം. യോഹന്നാൻ 17 6, 8, 14 പിതാവും വചനം തന്നെയാണ്. പിതാവാണ്, വചനമാണ്. ആദ്യം വചനമുണ്ടായിരുന്നു, വചനമായിരുന്നു, ദൈവമായിരുന്നു. യോഹന്നാൻ സുവിശേഷം 1-3 വചനം പിതാവിന്റെ വചനമാണ്. അതാണ് ഞാനും പിതാവും ഒന്നാണ്. യോഹന്നാൻ 10:30. അതിന്റെ കൂടെ നമ്മുടെ കൂടുമോ? കൂടും. യോഹന്നാൻ 14:23 എങ്ങനെ കൂടും? ആ വചനം പാലിക്കുന്നവൻ, എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ വചനം പാലിക്കുന്നു. യോഹന്നാൻ 14:15. അപ്പോൾ ഞാൻ എല്ലാം വെളിപ്പെടുത്തി തരുമെന്ന് യോഹന്നാൻ 14:21. അപ്പൊ 21 മതി. 21 നിങ്ങൾ തന്നെ വായിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വായിക്കണം. ചില വായനങ്ങളൊക്കെ നിങ്ങൾ തന്നെ വായിക്കണം. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അടുത്ത് വന്ന് അവൻ വാസമുറപ്പിച്ചാൽ എങ്ങനെയിരിക്കും? എങ്ങനെയിരിക്കും? അവിടെ ഇരുന്നാല് പ്രവർത്തിക്കുമോ? ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതുണ്ടോ? ഉണ്ടോ? സാക്ഷ്യമില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. കണ്ടോ? ദൈവത്തിന് എല്ലാം സാധിക്കും. അതാണ് ആ ഉൽപ്പത്തി 18-14 ചോദിക്കുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതുണ്ടോ? നമ്മളെല്ലാം കർത്താവിൽ നിന്ന് അകന്നുപോയി, വചനത്തിൽ നിന്നും അകന്നുപോയി. വചനമല്ല, ബുദ്ധിയാണ് എല്ലാം കണ്ടത്. വാചന സ്വീകരിച്ചില്ല. 8:21 എന്നെ വാചനം ശ്രമിക്കുന്നവരും പാലിക്കുന്നവരുമാണ് എന്റെ അമ്മയും സഹോദരൻ, എന്റെ അമ്മയും സഹോദരന്മാരും. 2:30-12 നിങ്ങൾ ശക്തരാണ്. അപ്പൊ നമ്മളാണ് ശക്തി, വേറെ വല്ലവരുമാണോ? അപ്പൊ മാതാവിന്റെ മക്കൾ ഒന്നുകൂടി ശക്തി കൊണ്ടെന്നറിയാമോ? അവരാണ് ശരിക്കുള്ള ശക്തി. അതാണ് വെളിപ്പാട് 12-15 ഗാനത്തില്. അതവനെതിരായി മക്കളുമായിട്ടാണ് യുദ്ധം. ഉൽപ്പത്തി 3:15 തുടങ്ങിയ സമരമാണ്. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇനിയും ഫൈറ്റ് ആയിരിക്കും. ഇതിന് അവസാനം ഉണ്ടാവുമോ? ഇല്ല. കൃപയുണ്ടാകണം. കൃപയുള്ളവർക്ക് സാധ്യമായി. ഞാൻ പോയി കൈവെക്കും, അവരുടെ സാധനം എല്ലാം കൂടി തരും. ഈ കൃപ എങ്ങനെ വരും? ബുദ്ധിയിലാണ് ഇരിക്കുന്നത്. കൃപ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് മാത്രമേ ദൈവം തരുള്ളൂ. ദൈവത്തിന്റെ ദാനമാണ്. ദൈവം തോന്നി തന്നു. ഇന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പൂർണ്ണ 12-40. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകൻ പറയുന്നത് 55:8-9 ദൈവത്തിന്റെ ചിന്തകളും നമ്മിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. നാം ചിന്തിക്കുന്ന പോലെ അല്ല. അത് അറിയണമെങ്കിൽ എങ്ങനെ ചെയ്യും? എങ്ങനെ വേണം? നാം 1-2 വായിക്കും. ഈ കാണപ്പുറം പഠിക്കാൻ വേണ്ടി ഇതുവരെ പഠിക്കാതിരിക്കുന്ന കാര്യം എന്താണ്? മറ്റോ പഠിപ്പിക്കുക. എങ്ങനെ പഠിച്ച് നിങ്ങൾ വന്നാൽ ആത്മാവിൽ വന്നാലോ? നിങ്ങൾ ശക്തരായില്ലേ?
ദൈവം മറ്റുള്ളവരൊക്കെ വന്ന് നിങ്ങളുടെ കാലം വീഴുമോ? വീഴും. വീഴും. ഫിലിപ്പിയർ 2:30-14 നിങ്ങൾ ശക്തരാണ്. അപ്പൊ നമ്മളാണ് ശക്തി, വേറെ വല്ലവരുമാണോ? അപ്പൊ മാതാവിന്റെ മക്കൾ ഒന്നുകൂടി ശക്തി കൊണ്ടെന്നറിയാമോ? അവരാണ് ശരിക്കുള്ള ശക്തി. അതാണ് വെളിപ്പാട് 12-15 അതവനെതിരായി മക്കളുമായിട്ടാണ് യുദ്ധം. ഉൽപ്പത്തി 3:15 തുടങ്ങിയ സമരമാണ്. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇനിയും ഫൈറ്റായിരിക്കും. ഇതിന് അവസാനം ഉണ്ടാവുമോ? ഇല്ല. നമ്മൾ പ്രയോഗിക്കുന്ന 1 യോഹന്നാൻ 3:8 കൃപയാണ്. ആ കൃപ ഉപയോഗിച്ചാണ് എന്താണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവർത്തനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നശിപ്പിക്കുന്നതിനാണ്. അപ്പൊ നമ്മുടെ പ്രവൃത്തികളെ ഇപ്പൊ പിശാചിന്റെ പ്രവൃത്തികളെ സഹായിച്ചോടില്ല. എന്താ നമ്മൾ ചെയ്യാത്തത്? അവരുടെ പ്രവർത്തനം നശിപ്പിക്കാൻ. അതിന് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ടവർ വിശ്വസ്തരായിരിക്കണം, പൂർണ്ണ വിശ്വസ്തരായിരിക്കണം. ഗർഭവിശ്വസ്തരല്ല, പൂർണ്ണ. അതാണ് വെളിപാട് 17-14 പറയുന്നത്. വിശ്വസ്തരായിരിക്കണം. അപ്പൊ വിശ്വസ്ത വേണം, പൂർണ്ണ വിശ്വസ്ത, പൂർണ്ണത വേണം. ആ സംഗീതം 119-34 വായിക്കും. വായിച്ചില്ലല്ലേ? ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അതനുസരിക്കാനും വേണ്ടി, പൂർണ്ണ ഹൃദയത്തോടെ അതനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ. പൂർണ്ണ ഹൃദയത്തോടെ ഭാര്യയ്ക്ക് ഹൃദയം വിട്ടു കൊടുക്കാനും ഭർത്താവിന് ഹൃദയം വിട്ടു ആദ്യം ആർക്ക് കൊടുക്കണം? ഈശോയ്ക്ക് ഹൃദയം കൊടുക്കണം. അത് എങ്ങനത്തെ ഹൃദയം? പൂർണ്ണത എന്നുള്ളത് എവിടെയെല്ലാം. സംഗീതം ഇനി 58 വായിച്ചല്ലേ? 119-88 വാക്യം. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്നു. എങ്ങനെയാണ് കാരുണ്യത്തിന് യാചിക്കേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടെ. അല്ലെങ്കിൽ കാരുണ്യം കിട്ടിയില്ല. പലരെയും കളന്ന് കാരുണ്യത്തിന് കിട്ടാത്ത കാര്യമുണ്ട്. മനസ്സിലായോ? പൂർണ്ണ ഹൃദയത്തോടെ കാരുണ്യം ചോദിക്കാത്ത. ഞാൻ ഒരു സ്ഥലത്ത് നിന്നപ്പോ അയാൾ അനുഭവം പറയും, കരുണ തരണേ, കരുണ തരണേ, കരുണ തരണേ. അവിടെ കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങളോട് എല്ലാവരും പറയാം കരുണ തരണേ. ആരെയും പ്രതീക്ഷ പ്രാർത്ഥിച്ചു കരുണ തരണേ. അപ്പൊ കരുണ പൂർണ്ണതയാണ്. ഹൃദയം കൊടുക്കാതെയാണ്, അധരം കൊണ്ടാണ് സംസാരിക്കുന്നത്. മത്തായി 15:8-9, യേശയ്യാ പ്രവാചകൻ 29:13 വാക്യത്തിൽ. അത് നാം പറയണം, നമ്മൾ അധരം കൊണ്ട് പറയുന്നത് വഴിയായി മാറണം. എബ്രായർ 13:15. അപ്പൊ ഈ പൂർണ്ണത വിട്ടുകൊടുത്തില്ലെങ്കിൽ ബുദ്ധിയിലായി നല്ല സകലരും ഈശ്വരനെ കാണുന്നതും അനേകം ബുദ്ധിയിലാണ്. അതുകൊണ്ടാണ് ഓരോരുത്തർ സുകുമാറായിക്കളും ഈശ്വരനെ പറ്റി എഴുതുന്നത്, നാരായണൻ പോയിട്ട് ഈശ്വരനെ പറ്റി എഴുതുന്നത്. നമ്മളതിന്റെ പുറകെയാണ് ഓടുന്നത്. അവന്റെ ചിന്തയിൽ അവന്റെ കൂടിയാണ് കർത്താവിനെ കാണുന്നത്. നമ്മൾ ആരുടെ കൂടെയാണ് ഈശ്വരനെ കാണുന്നത്? പത്രോസും പൗലോസിലും. അതിനാണ് ഈശോ പറയുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈശോ ചോദിക്കുന്ന ചോദ്യം അതാണ് മത്തായി 14:14. ഈ വിശ്വാസത്തിലോട്ട് വരാനായിട്ടാണ് ഈ വചനങ്ങളെല്ലാം കേട്ട് അപ്പോഴാണ് വിശുദ്ധി വരുന്നത്. വിശുദ്ധി വരുമ്പോഴാണ് ഈശോ ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുക. ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റു പറയുകയും. ഈശോയുടെ പുറകെ നടക്കും. മരിക്കാൻ പേടിയുണ്ടാവുമോ? ഇല്ല. ഈ വിശ്വാസം വരുമ്പോൾ അതാണ് പത്രോസ് ഈ വിശ്വാസം പറയുന്നത്. പൗലോസ് പറയുന്ന ഏത് വിശ്വാസമാണ്? 9:20 പൗലോസ് ആദ്യം ഏത് സിനഗോഗിൽ ചെന്നാൽ ആദ്യം പറയുന്ന ഈശോ ദൈവപുത്രനാണെന്ന്. ആരെല്ലാമാണ് പറയുന്നത് ദൈവപുത്രനാണ്. വിളിച്ചു വിശാശം അവരും വിളിച്ചു പറയുന്നത് ദൈവപുത്രനാണെന്ന്. മത്തായി 8:29. അവിടെ യാക്കോബ് 2:19. അപ്പൊ ദൈവവചനം കേൾക്കുമ്പോ ദൈവത്തിന്റെ വചനം അവൻ വളച്ചൊടിക്കും. അവന് വചനമെല്ലാം അറിയാം. അതാണ് ആ വെളിപ്പാട് 12-15-14 വനത്തില് സർപ്പത്തിന്റെ വായിൽ നിന്നും ജലം ഒഴുകുന്ന ജലമെന്താണ്? വചനം. അവന്റെ വചനമാണ്. അവൻ അതേ വചനം തന്നെ ഉപയോഗിക്കും. അതാണ് ആത്മീയ രഹസ്യം. ചിലപ്പോ ദൈവോത്സവം നടത്തുന്ന സമയത്ത് എത്ര എണ്ണമാണ് പറയണ വചന? ഇങ്ങോട്ട് മുഴുവൻ വചനമാണ് പറയണ. ഇപ്പൊ അവൻ വേറെ ഒന്നും പറയണില്ല. എല്ലാം പറയണം. സകലതും വചനം. ആദ്യകാലം മുതൽ അവസാനം വരെയൊക്കെ പറയും. വെളിപാടൊക്കെ വെറുതെ വിളിച്ചു പറയുകയാണ്. അത് ഇന്നലെ പറയും, ഞാൻ പറഞ്ഞു വെളിപാട് 12 പറഞ്ഞു. ഹരിശം കൊണ്ട് ഞാൻ അറിയിക്കേണ്ടതാണ് ലോകത്തിലോട്ട്. കാരണം ലോകം മുഴുവൻ അവന്റെ പിടിയിലല്ലേ. 1 യോഹന്നാൻ 5:19. അതുകൊണ്ട് ഇന്ന് നമ്മളെപ്പോലെ കുറച്ചുപേര് വിധിയതൊന്നും ഇങ്ങനെ കർത്താവിന്റെ വനം പോലെ ആകും അല്ലേ? മറ്റേതെല്ലാം പോണെന്നുണ്ട്
ഇപ്പൊ ഈ സമയത്ത് സിനിമ ഹാളിൽ പോയി നോക്കും, അവര് നമ്മളിനി മദ്യം ആരെങ്കിലും കുടിപ്പിക്കാൻ തോന്നുമോ? നമുക്ക് കുടിപ്പിച്ചാലോ? ഈ വിധി മേടിച്ചു കൊടുത്താൽ എന്തവരാണ്? മധുരം പറയാമോ? മത്തായി 18:6-9 ഈ എളിയവന് ഒരു ദുഷ്പ്രേരണ ഉണ്ടാക്കുന്നവൻ കടലിൽ തിരികല്ല് കെട്ടി തിരികല്ല് കടലിൽ പോയെന്നാണ്. അങ്ങനെ ചെയ്ത അവര് നമുക്ക് എന്ത് ചെയ്യണം? കർത്താവ് പറയാമോ? പാപത്തിനും പ്രേരിപ്പിച്ചാലും എന്നിട്ട് പറയുന്നതാണ് പ്രേരണ പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ പ്രലോഭന ഹേതു ആകുന്നവന് ദുരിതം. ഇതുകൊണ്ടാണ് നമ്മള് ഉപദ്രവിക്കുന്ന ദൈവം സമ്മതിക്കില്ലെന്ന് പറയുന്നതല്ല. ഗലാത്യ 5:10 നമ്മൾക്ക് 6 അസ്വസ്ഥനാക്കുന്ന അവന് ദുരിതം. ഈശ്വർ എല്ലാ നന്മയ്ക്കായിട്ട് വരുവുണ്ട്. ഈശ്വരായിട്ട് വന്നാല് റോമായിട്ട് 28 സകല നന്മയ്ക്കായിട്ടായിരിക്കും. അതുകൊണ്ടാണ് ദുരിതങ്ങൾ ഞങ്ങൾക്ക് എടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വചനം പഠിച്ച, അതുകൊണ്ടാണ് കർത്താവിന്റെ കൽപ്പനകളെല്ലാം നേരത്തെ അറിയായിരുന്നോ? നദികളെ പറ്റിയോ നടന്മാരെ പറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റി പറഞ്ഞ് ചാടി പറയല്ലേ? അവരുടെ സ്വഭാവം കൂടി പറയും ഇല്ലേ? ബന്ധുക്കളെയും പറയും ഇല്ലേ? കെന്നഡിയുടെ ചോദിച്ച കെന്നഡി ഭാര്യ മറ്റുള്ള കാര്യം എന്തെല്ലാം അറിയാൻ ലോകത്ത് ഈശ്വരനെ പറ്റി അറിയായിരുന്നു, വചനങ്ങൾ അറിയായിരുന്നു, അറിഞ്ഞില്ല. അതുകൊണ്ട് ഈശ്വരനെ അറിയാത്ത കാര്യം നമ്മുടെ അച്ഛനയുടെ കാലഘട്ടം ദൈവം കണക്കിലെടുക്കില്ലെന്ന് അപ്പസ്തലപത്രം 17:29. ഇതുകൊണ്ടാണ് ഈ പാപികളെല്ലാം വരുമ്പോൾ വേഗം മറ്റൊരാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്താണ് ഈ പാലിങ്ങനെ വരണം? അയാളെ എനിക്ക് അറിയാമെന്നല്ല കേട്ടോ ചൊല്ലിയിട്ടില്ല, പലരും ചോദിക്കില്ല. ആ മാർക്കോസ് 6:1-6 വനത്തില് ഈശോയുടെ എന്ന് വായിച്ചിട്ട് ഈശോന എന്തെന്നാ ഒരു കാണുന്നത്? ശിക്ഷന്മാർ അനുഗമിച്ചു. കാരണം നല്ല തീയതി കിട്ടി, ഒരു മധുരം കിട്ടും. ശരിയായി മധുരമുള്ളതല്ലേ? ആണോ? സംഗീതം 119, 103. ചിലപ്പോ നമ്മുടെ കൊടേക്കച്ചന്റെ കൂടും പതിനെ കേൾക്കാനായിട്ട്, കള്ളരെ എത്തിക്കൊണ്ടു പോകാനായിട്ട്. ചിലപ്പോ പറയും നല്ല തേൻ കട്ടയാണ് സംഗീതം 19:10. വെളിപാട് 10:10. നല്ല രസമാണ് തന്നെ. 3:3. ചിലർ പറയുന്ന 14:4 10 വർഷമാണ്. ചിലർ പറയില്ല മറ്റു ശാപ്പാട് തന്നെ വേണം. ഫിലിപ്പിയർ 3:19 ഉത്തരമാണ് അവരുടെ ദൈവം. ശാപ്പാട്ട് പക്ഷെ അത്ര ഭയങ്കര താല്പര്യമായി. അതുകൊണ്ടാണ് വചനം കിട്ടാതെ. ഈ വയലിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവന്റെ വാക്ക് കേട്ട പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു. അങ്ങനെ വാക്ക് കേൾക്കുമ്പോ ഇയാളെ தெரியாതെ ചിലപ്പോ പറയുന്നത് വേറെയാണെന്നോ. ഇതെവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. ഫെസ്തോസ് വിളിച്ചത് അപ്പസ്തലപ്രവർത്തനം 24 അപ്പസ്തലപ്രവർത്തനം 24:32 വരത്തില്ല. ഈ പൗലോസ് ഈ പതിനൊക്കെ നമ്മളൊക്കെ 14 വായിച്ചു വന്നപ്പോ കുറെ ജ്ഞാനം വരും. ദൈവത്തിന്റെ ഞാൻ നിങ്ങൾക്ക് എല്ലാം കേട്ടു. 2 തിമോത്തി 3:15-17 ഈ ജ്ഞാനം വരുമ്പോ അവര് പറയും എന്തെന്ന് പറയും? വട്ടാണ്, ഭ്രാന്താണ്. ചിലവരെ പിശാചാണ്. അവന് പേടിയായതുകൊണ്ടാണ്. ആരെയാണ് അവനെ പേടി? പിശാചിനെയാണ്, ദൈവത്തിനല്ല. ആരെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? ദൈവത്തെയാണ്. ആ ഭയം നീ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരക്ഷണം പാപം ചെയ്യാൻ പോയില്ല. ഒരക്ഷണം പോയില്ല പാപം ചെയ്യാൻ. മദ്യപാനത്തിനും ഇതിനൊന്നും പോയില്ല. ദൈവത്തോട്ട് ഭയം അതില്ലാതായി തീർന്നിരിക്കുകയാണ്. ലോകം മുഴുവൻ എവിടെ ചെന്നാലുണ്ട്. എല്ലാം കെട്ടണം, വീട് വെക്കണം, 10 നിലയാക്കണം, 50 നിലയാക്കണം. പിന്നെ അതിന്റെ പുറകെ ഓട്ടമാണ് ശാക്കലത്. കണ്ടോ? പെരുമയ്ക്കും വേണ്ടി ലോകം എല്ലാം കൂടെ 1 തിമോത്തി 1 1:7 വരത്തില് എന്നാ പ്രബോധകരാകാനായിട്ട് തുനിയത്. ഞാൻ വലിയ പ്രബോധനാണോ? അതിന്റെ കൂടെ മറ്റൊരു ആരാ സമ്പാദിക്കുന്നത്? 1 തിമോത്തി 6:3 വേണം. അതെന്താണ്?
ഒക്കെ വായിച്ചു നോക്കണം. ധനമാർഗമാണ്. തെറ്റായ പ്രബോധനങ്ങൾ കൊടുക്കുവരെ വളച്ചൊടിക്കും വചനങ്ങളെല്ലാം കർത്താവിന്റെ വചനം. ഈ പ്രാവശ്യം എന്റെ ദിവസം ചെന്നപ്പോ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നല്ലോ, രണ്ടാമത്തെ ദിവസം എത്തിച്ചു കഴിഞ്ഞപ്പോ ഒരു പെണ്ണോടൊക്കെ ചാടാൻ തുടങ്ങി. ഭയങ്കര ചാടി ചാടി താഴെ പോയി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നാൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ അതിനെ പരിചിച്ചാണ്. അപ്പോഴാണ് അതൊരു പെന്റക്കോസ്റ്റൽ സ്പിരിറ്റാണ്. എന്താ വൈരാഗ്യത്തിന്റെ സ്പിരിറ്റാണ്, സ്നേഹത്തിന്റെ അല്ല, വൈരാഗ്യത്തിന്റെ സ്പിരിറ്റാണ്. ഈശോ പറയുന്നതെല്ലാം മരുന്നാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ 1 കൊരിന്ത്യസ് 12:10 വേണം നമുക്ക്. വിവേചനാപരം വേണം. അതാണ് ഈ സ്റ്റേറ്റ് സ്പിരിറ്റൊക്കെ കഴിഞ്ഞെല്ലാം പറഞ്ഞപ്പോ ആർക്കും പിടുത്തം കിട്ടാനില്ല. ഇന്നാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കും ഇല്ലേ? നിങ്ങൾക്ക് കണ്ടുപിടിക്കല്ലേ? അങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞു. എല്ലാത്തിനും വചനം വരണം. അപ്പൊ ഓടി വരണം വചനം. വീണ് കഴിഞ്ഞ് 8 മണിയായ 7 മണിയായപ്പോ ഒരു പെന്റക്കോസ്റ്റൽ പാസ്റ്റർ തന്നെ വന്നിരിക്കുക. കോഴ്സൊക്കെ പഠിച്ചിട്ടിരിക്കുകയാണ്. അവരാദ്യം ചോദിക്കണ എങ്ങനെയാണ്, എവിടെയാണ് പഠിച്ചത്? ബൈബിളെല്ലാം പഠിക്കണം. ഇപ്പൊ ബുദ്ധിയിൽ ചോദ്യമാണ്, എത്ര കൊല്ലമായി ഈശോ? കൊല്ലങ്ങളാണ്. ഈശോയ്ക്ക് കൊല്ലങ്ങളാണോ? 1000 വർഷം ഒരു ദിവസം വരെയാണ് മിസ്റ്റർ പത്രോസ് 2 പത്രോസ് 3, 8, 9. നമ്മളോട് ദീർഘക്ഷമത അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ദൈവം. എന്നോട് നിങ്ങളോട് ദൈവത്തിന് മുഖനോട്ടമുണ്ടോ? ഇല്ല. റോമ 2:11. ദൈവം പണക്കാരനെ മാറ്റി നിർത്തുമോ? ഇല്ല. എല്ലാം ഒരുപോലെയാണ്. ദൈവം പരിശോധിക്കുന്ന ഹൃദയം മാത്രമാണ്. എവിടെയാണ്? ഇഷ്ടമുള്ള എഴുതിക്കോ, തന്നെ വെന്നുള്ള മാനങ്ങൾ തന്നെ എഴുതിക്കോ. 1 സാമുവേൽ 16:7, വെളിപാട് 2:23, അപ്പോസ്തലനെ 15:8, ജെറമിയ 17:10. ഇങ്ങനെ വന്നോളും വചനങ്ങൾ തന്നെ വചനം ഓടി വരും. അതാണ് പരിശുദ്ധാര് പ്രവർത്തിക്കുമ്പോഴാണ്. പരിശുദ്ധാര് പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് ഈ 3 ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. ഫലം വലിയത് കിട്ടിയത്. അപ്പൊ കട്ടെടുക്കുമ്പോഴേ കട്ടെടുത്തവനെ എവിടെ ജെറമിയ 23:30 കട്ടെടുത്തവരാണ് അയൽക്കാരൻ വചനം മോഷ്ടിക്കുന്ന പ്രവാചകനെതിരെ ഞാൻ എതിരാണ്. ദൈവം അവനെതിരാണ്. ചിലരോട് കട്ടെടുത്തിട്ട് അത് ചില തത്തമ്മ പൂച്ചെന്നും പറഞ്ഞ് പഠിപ്പിക്കും. പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? അവരിലൊന്നും ഇല്ല. അതുകൊണ്ടാണ് തത്തമ്മ എടുപ്പിക്കുന്നത് പുറത്തുനിന്ന്. അതുകൊണ്ട് നിങ്ങൾ വചനമില്ലെങ്കിലോ ജെറമിയ 5:13 വചനം നിങ്ങളില്ലെങ്കിൽ കാറ്റാണ്. വനം കേൾക്കാമോ? ആദ്യം കൊടുത്ത് വനം 2 പത്രോസ് 3:14 വനം തന്നെ വായിപ്പിക്കണം. നമ്മ വായിച്ചു കൊടുത്താൽ അത് സംശയമാണ്. എല്ലാത്തിനും സംശയമല്ല നമ്മളാ ഇല്ലേ? ഇപ്പോഴും ഉണ്ട് സംശയം. പലരും പറഞ്ഞ കേട്ടിട്ട് നമ്മൾ ആ സംശയിച്ചാണ് ഈശ്വരനെ. ഈശ്വരനെ കണ്ണുമൂടി വിശ്വസിക്കുന്നതിനാണ് ഭാഗ്യമാണ്. എനിക്ക് സ്വല്പം സംശയം ഉണ്ടായിരുന്ന ഹൈബിളിനല്ല. ആ പത്രോസിനെ പോലെ അതിൽ കടുത്തു വന്നു നമുക്ക് ആ വിശ്വാസം. എന്തുകൊണ്ടാണ്? ഒരു സംശയം ഈശോ പറഞ്ഞില്ലേ? എന്ത് സങ്കടമാണ് ആ വരം പറയുന്നത്. യോഹന്നാൻ 20:29 കാണാതെ വിശ്വസിക്കുന്നവർ. ആ അവസ്ഥ ദൈവം ഈശോ എന്തുമാത്രം വരച്ചിട്ടുണ്ടായിരിക്കും വെച്ച് പറയുന്നതെന്ന് ഓർക്കുന്നു. ഇത്രയും കണ്ടാൽ പൊതും മലയാളവും തീറ്റി കുടിയൊക്കെ കണ്ട് കൂട്ടത്തിൽ നടന്നു മരിച്ചവന് എത്ര എണ്ണ എന്തുമാത്രം എന്നിട്ട് എവിടെ കിടക്കുന്നു? എട്ടക്ക് വിളിക്കും. 17:5-6 കർത്താവേ ഞങ്ങളുടെ വിശ്വാസം. ഒരാൾ നടക്കാൻ പോകുന്നത് നടന്നാല് 10 ദിവസം 8 വന്ന പെരുന്നു. അപ്പൊ എന്ത് പറ്റി? ആകെ പോയി. ഇതാണ് നമുക്ക് പറ്റുന്നത്. കണ്ടോ? സംശയിക്കാതെ ധരിച്ചല്ല. അഗ്നി വരുന്നേയും ദൈവം അഗ്നിയായിരിക്കും. ഈ പ്രാവശ്യം രസിച്ചപ്പോൾ നടന്നു. ഇത് കുറയിലായിരുന്നു. ഞങ്ങളൊരു സ്ഥലം ബന്ധിച്ചൊരു സ്ഥലത്തിൽ അന്തകാശത്തിലെ സ്ഥലം. ആ നിമിഷത്തിൽ തന്നെ തീ ഭയങ്കരമായിട്ട്. അപ്പൊ 5 മിനിറ്റ് കൊണ്ട് ഫയർ സർവീസും ഫയർ സർവീസ് ഒക്കെ ഓടി ഒക്കെ മനുഷ്യർ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കുക. അവരെല്ലാം വർഷത്തിലാണെന്ന് പറയാം. ഇത് കൃതയുണ്ടെങ്കിൽ അറിയുമല്ലോ. ടാങ്ക് പ്രയോഗിക്കുന്നു. ഇത് ടാങ്ക് കൊറിയസ് 12 കൃപയാണ്.
അത്ഭുതങ്ങളും അടയാളം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതിന് നമ്മുടെ കൂടെയുണ്ട്. ബുദ്ധിയിലാണെങ്കിൽ ഇതെല്ലാം പോഷത്തരമാണ്. 1 Corinthians 10:14. വചനം കൊടുത്ത് കുറെ കഴിഞ്ഞപ്പോൾ അപ്പയുടെ പുസ്തകം മുട്ടുകുത്തി അനുസരിച്ചു. റോമ 15:18 അവരാണ് വായിച്ചത്. വിജാതിയുടെ അനുസരണം നേടിയെടുക്കാൻ, വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെ കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. കണ്ടോ, ആ കൃപയാണ് ഉപയോഗിക്കുന്നത്. അവർ സ്നേഹം കിട്ടിയിട്ടില്ല, യഥാർത്ഥ സ്നേഹം. ആ സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് ബുദ്ധി പഠിച്ച് കർത്താവിനെ കാണണം, വേറൊരു വിധത്തിലാണ് മറ്റുള്ളവരുടെ എല്ലാം വൈകാരികമായിരിക്കും. എന്നാൽ വചനമാണോ? വചനമാണ്. അവർ പ്രാർത്ഥന കേട്ടാൽ ഭയങ്കര തകർപ്പം കളിക്കും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വരാം, അത് കൂടാം, അടുക്കാം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ പറയുമ്പോൾ അതുകൊണ്ടാണ് വചനം തന്നെ നമ്മൾ മ്ലേച്ഛത, വ്യർത്ഥഭാഷണം, ചാപല്യം. എഫെസോസ് 5:1-5 അത് വീണ്ടും പറയാണ്. അത് വായിച്ചിട്ട് ദൈവത്തെ അനുകരിക്കുന്നവരാകണം നാം. വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ നമ്മൾ വിശുദ്ധരാണോ അല്ലയോ? അതെ, വിശുദ്ധരാണ് നമ്മൾ. 1:10 വിശുദ്ധ ജനമാണ് നാം. രാജകീയ പുരോഹിതരാണ്. പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പിന്നെ സ്വന്തം ജനമാണ്. ഇതെവിടെ വേണ്ട, അതെവിടെ ഉണ്ട്? നിയമോത്തരം ഏറെ ആർക്കും വേണ്ടു? ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. സങ്കീർത്തനങ്ങളല്ലോ 143:9 നോക്ക് എവിടെയെങ്കിലുണ്ടോ? 43 അവസാനത്ത് 9:10 33 സങ്കീർത്തനം 144:15 ഇപ്രകാരം അനുഗ്രഹം ലഭിച്ച ജനത ഭാഗ്യമുള്ളത്, കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത്. നിങ്ങൾ കണ്ടുപിടിക്കണം കുറേ വചനങ്ങൾ. അങ്ങനെയോ യെശയ്യാ 34:16 വീട്ടിൽ പോയിരുന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചു, പൗലോസ് പറയാണ്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ നമ്മൾ വിശുദ്ധരാണോ അല്ലയോ? അതെ, വിശുദ്ധരാണ് നമ്മൾ. 1:10 വിശുദ്ധ ജനമാണ് നാം. രാജകീയ പുരോഹിതരാണ്. പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പിന്നെ സ്വന്തം ജനമാണ്. ഇതെവിടെ വേണ്ട, അതെവിടെ ഉണ്ട്? നിയമോത്തരം ഏറെ ആർക്കും വേണ്ടു? ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. സങ്കീർത്തനങ്ങളല്ലോ 143:9 നോക്ക് എവിടെയെങ്കിലുണ്ടോ? 43 അവസാനത്ത് 9:10 33 സങ്കീർത്തനം 144:15 ഇപ്രകാരം അനുഗ്രഹം ലഭിച്ച ജനത ഭാഗ്യമുള്ളത്, കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത്. നിങ്ങൾ കണ്ടുപിടിക്കണം കുറേ വചനങ്ങൾ. അങ്ങനെയോ യെശയ്യാ 34:16 വീട്ടിൽ പോയിരുന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചു, തെരഞ്ഞ് കണ്ടുപിടിക്കണം. പ്രതികരിക്കാനല്ല, പിടിച്ച രാത്രികാലം പത്രവും വായിച്ച്
മനോരമ ഇങ്ങേറ്റം വന്ന് അങ്ങേറ്റം വരെ വായിച്ച് മറിച്ച് തിരിച്ചും വായിച്ച് മനോരമ കഴിയുമ്പോ TV എടുത്ത് അത് കഴിയുമ്പോ പിന്നെ അത് കഴിയുമ്പോ